ഡ്രസ് വർക്ക് ചെയ്യില്ലേ, അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പാമ്പ് വന്നിട്ട് 2 ദിവസം അടുപ്പിച്ച് പാമ്പിനെ കണ്ടപ്പോഴേ, അപ്പൊ ഈ ഡ്രസ് വർക്ക് ചെയ്യുന്നവരെ വിളിച്ചപ്പോ അവര് വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞൊരു 15 ഉറുപ്പികളാവും ചുറ്റൊന്നും ഇങ്ങനെ ഉണ്ടാവുമ്പോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പൈസക്ക് മാർഗമില്ലാത്ത കാരണം അവര് തിരിച്ചു പോവുക ചെയ്തത്. എന്നിട്ട് ഞാൻ ഓരോന്നും തുണികളും അതൊക്കെ വെച്ചടച്ചിട്ട്, ഈ ചാക്ക് തുണികൾ പായ അതൊക്കെ വെച്ചടച്ചിട്ടൊക്കെയാണ് ഓരോ ഭാഗങ്ങളൊക്കെ വെച്ചാൽ 4 ഫിനിഷിംഗ് താഴെന്നൊക്കെ കയറി വരാൻ ഉണ്ട്. അപ്പൊ വീട് ഇപ്പൊ ഉള്ള വീടിനൊന്ന് അടച്ചിറപ്പുള്ള തരത്തിലാക്കാനും, പിന്നെ എനിക്ക് 3 മക്കൾക്ക് സൈക്കിള് അത് അത്യാവശ്യമാണ്. അവര് മദ്രസയില് പോവാറില്ല, സൈക്കിൾ ഇവിടെ ഒത്തിരി ദൂരമുണ്ട്. പോരാതിന് പട്ടികളെ ശല്യം, മദ്രസയിൽ പോകാറില്ല. അപ്പൊ അവര് ചോദിക്കുമ്പോൾ നമ്മൾ വരാൻ പറ്റാണ്ടാണ് അങ്ങനെ ഇങ്ങനെ വന്നിട്ട് മോന്റെ പേര് വെട്ടി മദ്രസയിൽ ഇളയ മോന്റെ പേര് വെട്ടി അവിടുന്ന്. അവൻ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയിട്ടുള്ള കണ്ണുകൂടിയാ. കണ്ണു കുടിച്ചിട്ട് ഉപദ്രവിക്കുകയും ചെയ്യും. ഇപ്പൊ കുറച്ച് നാൾ മുന്നേ ഞാൻ കടലടുത്ത കടലിൽ പോയി ചാടാൻ വരെ ഞാൻ നോക്കി. ഈ പാമ്പിനെ ഞാൻ നമ്മൾ വീഡിയോ നോക്കുമ്പോഴത്തേക്കും നമ്മളൊരനക്ക് കാണുമ്പോഴത്തേക്കും ഇത് സാധനം ചാടിട്ട് ഓട്ട്. ഞാൻ അങ്ങനെ പല പ്രാവശ്യം നോക്കാൻ വിചാരിച്ചു, പക്ഷെ കിട്ടിയിട്ടില്ല അതുവരെ. പിന്നെ രാത്രി ആയാലും നമുക്ക് എടുക്കുമ്പോഴൊക്കെ ഞാൻ ഇപ്പൊ ലൈറ്റ് ഓണാക്കിയിട്ടൊക്കെ എടുക്കാറ്. പക്ഷെ നമ്മൾ വീട്ടിൽ എടുക്കുമ്പോഴത്തേക്കും ഇത് എത്തും. കാരണം എന്താണെന്നറിയോ, ഈ വീട്ടിൽ പോകില്ല. അതിന്റെ അടുത്ത് കൂടെ ഒരൊറ്റൊരു മേലൊരു പോലെ ചിലപ്പോൾ നമ്മൾ വാളിന്റെ അറ്റം അല്ലാതെ നിങ്ങൾ നടുഭാഗം അങ്ങനെയൊക്കെ ആയിട്ട് കാണുള്ളൂ. അപ്പൊ എടുക്കണമെന്ന് പല തവണ നോക്കി, പക്ഷെ കിട്ടിയിട്ടില്ല അതുവരെ. സംഗതി സത്യമാണെന്ന് അറിയാനും ആണെങ്കിൽ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാനും ഞാൻ അവർക്ക് വീഡിയോ കോൾ ചെയ്തു. ഇതാണ് വീഡിയോ കോൾ ചെയ്തപ്പോൾ അവരുടെ അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. രാവിലെ നേരം വെളുക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴൊക്കെ ഈ ഏജന്തുക്കളെ കണ്ണിൽ കണ്ടിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു സമാധാനത്തിൽ അതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാൻ തോന്നുന്നത്? മനുഷ്യന് ഉറക്കെന്ന് വെച്ചാൽ അത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. 1 ദിവസം 2 ദിവസവും അല്ല, വർഷങ്ങളായി അവരിതിൻ്റെ ഉള്ളിൽ കഴിയുന്നത്. ഉറക്കവും ഊണും എത്ര നാളത്തേക്കൊന്നും ഇല്ലാത്തൊരു ജീവിതം പോലെ. മക്കൾ ഉറങ്ങുമ്പോൾ അവരുടെ സുരക്ഷിതത്വം നോക്കി നോക്കി ഉമ്മാക്കും ഉറക്കം നഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. കാരണം തലക്കടിയിലൂടെ സൈഡിലൂടെ മേൽക്കൂരയിലൂടെ ഒക്കെ ഈ ഏജന്തുക്കൾ പാമ്പായിട്ടും ചേരയായിട്ടും മരിച്ചിറങ്ങുകയാണ്. അതിനൊക്കെ ഇടയിലാണ് അവർ ജീവിക്കുന്നത്. ഇതാണ് അവരുടെ വീടിന്റെ അവസ്ഥ. ട്രസ്റ്റിന്റെ ആൾക്കാരൊക്കെ വന്ന് നോക്കിയിട്ട് 15,000 രൂപ എന്ന് പറഞ്ഞിട്ട് പോയി എന്നാ പറഞ്ഞത്. പിന്നെ അവരുടെ ഒരു അഡ്രസ്സും ഇല്ലാന്ന്. സഹായം കണ്ടറിഞ്ഞ് ചെയ്യുന്നതും ചോദിച്ച് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അവർ പറഞ്ഞിട്ടാണ് അവർ ട്രസ്റ്റുകാർ വന്ന് നോക്കിയത്. ട്രസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു 15,000 രൂപ ഇത്ര വലിയ എമൗണ്ട് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വീടിന്റെ ഒരു ദയനീയ അവസ്ഥ കണ്ടാൽ ആരായാലും സഹായിക്കും. സുരക്ഷിതത്വം ഉറപ്പില്ലാത്ത ഈ ഒരു വീട്ടിൽ വെച്ചിട്ട് അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയതിന് ശേഷം നിങ്ങൾ ഇനി കൊട്ടാരം പണിത് കൊടുത്തിട്ടും കാര്യമില്ല. അവരുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയതിന് ശേഷം നിങ്ങൾ മാളിക കെട്ടിക്കൊടുത്തിട്ടും കാര്യമില്ല. അവർക്ക് ആവശ്യം എന്താണോ അത് അവർ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കഴിയുന്ന രീതിയിൽ അത് ചെയ്തു കൊടുക്കുക. അല്ലാതെ കണ്ടില്ല എന്ന് നടിച്ചിട്ട് വലിയൊരു എമൗണ്ട് ആണെന്ന് പറഞ്ഞിട്ട് പിന്തള്ളി കളയരുത്. ഇതൊക്കെയാണ് അവരുടെ അവസ്ഥ. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്നത് ഉള്ള വീട് കുറച്ച് സുരക്ഷിതത്വത്തിലൊക്കെ ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ഈ വാട്സപ്പ് നമ്പറിൽ വരിക ചെയ്യുക. കഴിയുന്ന തുക മാത്രം മതി. അവർക്ക് ആ വീട് സുരക്ഷിതമാക്കി കൊടുക്കാനുള്ള തുക ആയാൽ അപ്പൊ നമ്മൾ എന്തായാലും നിങ്ങളെ വന്ന് അറിയിക്കും.